ഹായ് ഫ്രണ്ട്സ്, ഈ തിരുവോണത്തിന് ഞാനും എൻ്റെ അനിയന്മാരും കൂടെ വിചാരിച്ചു ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കാമെന്ന്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 10-15 കൂട്ടം കറികളൊന്നുമില്ല കേട്ടോ. ഞങ്ങളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞ് സദ്യ, അതിൻ്റെ പാർട്ട് 1 ആണ് ഇത്. അപ്പോൾ തലേദിവസം തന്നെ ഞങ്ങൾ മോരും കുമ്പളങ്ങയും കൂടി ഇട്ട് ഒരു കറി ഉണ്ടാക്കി വെച്ചു. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു ആയത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ബീട്രൂട്ട് അച്ചാറിടാമെന്ന്. അങ്ങനെ അതെല്ലാം അരിഞ്ഞ് അച്ചാറൊക്കെ ഇട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. തണുത്ത് കഴിഞ്ഞപ്പം അതൊരു ഭരണിയിലേക്ക് ഇട്ട് വെച്ചു. ഞങ്ങൾ ആദ്യം കരുതിയത് ഒരു ഉള്ളിത്തീയൽ ഉണ്ടാക്കാമെന്നാണ്. പിന്നെ അത് മാറ്റി പാവയ്ക്കാ തീയലിലേക്കാക്കി. ഒരാൾ പാവയ്ക്കയും ഉള്ളിയും കൂടെ വറുത്തെടുക്കുന്നു, ഒരാൾ തേങ്ങ കൊത്തി അരിയുന്നു, ഒരാൾ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് വറുക്കുന്നു. അങ്ങനെയെല്ലാം വറുത്തൊക്കെ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മൺചട്ടിക്കകത്തേക്ക് ഇത് മൂന്നും കൂടെ ഇട്ട് പുളിവെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുത്തു കേട്ടോ. അത് തിളപ്പിച്ച് വാങ്ങി വെച്ചു. ഇത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ തിരുവോണത്തിൻ്റെ അന്ന് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവെല്ലാം അരച്ച് വെച്ചു. പിന്നെ തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളതും സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം തലേദിവസം തന്നെ അരിഞ്ഞു വെച്ചു. പിറ്റേ ദിവസത്തെ പണി എളുപ്പമാവുമല്ലോ. പിന്നെ ആ തറയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, ഗ്യാസ് സ്റ്റൗവും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ 3 പേരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.